ഷിക്കോപോർ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട റോബർട്ട് വാദ്രയെ ഇ.ഡി. ചോദ്യം ചെയ്യുന്നു. മുൻപ് 11 തവണ ഇ.ഡി. വദ്രയെ ചോദ്യം ചെയ്തിരുന്നു. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യലെന്നാണ് റോബർട്ട് വാദ്രയുടെ പ്രതികരണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അജുന രമേശ് ചേരുന്നുണ്ട്. അജുന, ഇ.ഡി. ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഈ ഒരു ഒറ്റ മാസം തന്നെ റോബർട്ട് വദ്രയ്ക്ക് സമൻസ് അയക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 8-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം തയ്യാറാവാഞ്ഞതിനെ തുടർന്ന് വീണ്ടും ഇപ്പോൾ സമൻസ് അയച്ചിട്ടുണ്ട്. എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്? ഏതാണ്ട് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യൽ? കേസുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ. അതുല്യ, ഷിക്കാപൂർ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് റോബർട്ട് വാദ്ര കള്ളപ്പണം ഇടപാട് നടത്തി എന്നതാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 8-ാം തീയതി ഇ.ഡി. സമൻസ് അയച്ചെങ്കിലും അന്ന് വാദ്ര ഹാജരായില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ വീണ്ടും ഇ.ഡി. സമൻസ് അയച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വാദ്ര ഇന്ന് ഹാജരായിരിക്കുന്നത്. നിലവിൽ മാധ്യമങ്ങളോട് ചെറിയ തോതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പകപോക്കലാണെന്നും ഞാൻ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുമാണ് വാദ്ര മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് 2008-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത്. ഷിക്കാപൂർ ഗ്രാമത്തിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കോടികളുടെ ക്രമക്കേട് നടന്നെന്നാണ് പരാതി. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് സംഭവം നടക്കുന്നത്. 3.5 ഏക്കർ ഭൂമി വാങ്ങിയ ഭാദ്രയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ.ഡി. അന്വേഷിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള അന്വേഷണത്തിൽ നിഴൽ വാദ്ര ഇടപെട്ടത്. ഈ ഷിക്കാപൂർ ഭൂമി ഇടപാട് മാത്രമല്ല, ലണ്ടനിലും ഭൂമി ഇടപാട് നടത്തിയെന്ന് ഇ.ഡി. വിലയിരുത്തുന്നുണ്ട്. ഈ ലണ്ടനിൽ ഒരു കോടികൾ വിലമതിക്കുന്ന ഫ്ലാറ്റ് വാങ്ങിയെന്നും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ചു എന്നുമാണ് വാദ്രയ്ക്കെതിരായിട്ടുള്ള കേസ്. അത് സഞ്ജയ് ഭണ്ഡാരി ലണ്ടനിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയെന്നും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ എൻഫോഴ്സ്മെന്റ് തെളിവുകൾ ലഭിക്കുകയും ഇത് UPA ഭരണകാലത്താണ് ഈ പെട്രോളിയം കൽക്കരി ഇടപാടുകൾ ലഭിച്ച പണമാണ് വാദ്ര ലണ്ടനിൽ നിക്ഷേപിച്ചതെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. 2005-ലും 2009-ലുമാണ് വാദ്രയുടെ കൈകളിൽ കോടികൾ എത്തിയത് എന്നാണ് നിലവിൽ വരുന്ന വിവരം. തുടക്കത്തിൽ ഇതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട അഴിമതി മാത്രമാണ്. പിന്നീട് അതങ്ങോട്ട് കോൺഗ്രസിനെ തന്നെ സംശയത്തിന്റെ നിഴലിൽ ആക്കുന്ന രീതിയിലാണ് ഈ കേസ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. ആയുധ ഇടപാടുകാരായ ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള വോട്ടെക്സ് എന്ന സ്ഥാപനം ലണ്ടനിൽ 1.9 ബില്യൺ യൂറോക്ക് ആഡംബര ഫ്ലാറ്റ് വാങ്ങിയതോടെയാണ് ഈ സംശയത്തിന്റെ നിഴലിൽ നിന്ന് ഇ.ഡി. അന്വേഷണം തുടങ്ങിയത്. കൂടാതെ മലയാളിയായ CC തമ്പിക്ക് ആ ഫ്ലാറ്റ് മാറി എന്നതും വലിയ രീതിയിലുള്ള അന്വേഷണത്തിൽ ഇത് സഹായകമായി എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ ഒരു വർഷത്തിന് ശേഷം വലയിൽ നിന്നും ഒരു വർഷത്തിന് ശേഷം ആ ആഡംബര ഫ്ലാറ്റ് ഇടപാടിനെ തുടർന്ന് തമ്പിക്കും വാദ്രയ്ക്കുമെതിരെയാണ് ഇ.ഡി. നോട്ടീസ് അയച്ചത്. ഇതിന്റെ തെളിവായി ആഡംബര ഫ്ലാറ്റ് അറ്റകുറ്റപ്പണിയുമായി ഭാദ്ര ഇമെയിലുകൾ ഈ ഭണ്ഡാരിക്ക് അയച്ചതിന്റെ തെളിവുകളും ഇ.ഡിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, രാജസ്ഥാനിലും ഹരിയാനയിലും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും ഇ.ഡി. ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യാജരേഖ ചമച്ച് ബിക്കാനീറിൽ നിന്ന് 275 ഏക്കർ ഭൂമി വാങ്ങിയെന്നാണ് വാദ്രയ്ക്കെതിരായിട്ടുള്ള കേസ് നിലവിലുള്ളത്. വാദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനമാണ് ഭൂമി ഏറ്റെടുത്തതിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ ഭൂമി ഇടപാടിലും എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഉള്ളിൽ എന്താണ് വാദ്ര ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇ.ഡിക്ക് മുന്നിൽ ഹാജരാക്കിയതിൽ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്നും വാദ്രയ്ക്ക് എന്താണ് മാധ്യമങ്ങളോട് പറയാനുള്ളതെന്നും വരും മണിക്കൂറുകളിൽ വരുമെന്നാണ് പ്രതീക്ഷ. അതുല്യ.